ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല എന്താ കുക്ക് ചെയ്യാൻ പോണേന്നുള്ളത്. എനിക്കിപ്പോൾ ചെറിയൊരു പണി തന്നിട്ടുണ്ട്. അത് ഇതാണ്, കാണുന്നുണ്ടോ? ഈ കോൺഫ്ലെക്സ് പൊടിക്കലാണ് ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന പണി. ഇനി ബാക്കി അവിടെ എന്താണ് നടക്കുന്നത്, എന്തൊക്കെയാണ് പരിപാടികൾ എന്ന് നമുക്ക് കണ്ടറിയാം. കമോൺ ഗൈസ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തുട്ടാ ഉണ്ടാക്കണേ? പനീറും മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. KFC ഓ, അതിനാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേ ഗൈസ്. KFC പനീർ അല്ല, ഈ ഫ്രൈഡ് റൈസ് എന്തൊക്കെയോ ഉണ്ടാക്കണ്ട് പറഞ്ഞു. ആണോ? സൗണ്ട്. നാളെ എന്തൊക്കെയോ നാളെ പനീർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാന്നാണോ പറഞ്ഞേ? ആണോ? അത് ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതെന്താ? ചപ്പാത്തി. ഇതെന്താ? പൊറോട്ട ഇങ്ങനെയോ? എടാ, ഇത് അടിച്ച പൊറോട്ട അല്ലല്ലോ. ഓക്കെ ഗായ്സ്, അച്ഛ കൊളായി. അപ്പോൾ ദുബായിലെ റെഡിമെയ്ഡ് പൊറോട്ട എക്സോസ്റ്റ് ഇട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചൂടെടുത്ത് വയ്യാണ്ടാവും. ഐ മീൻ ഇത് പുക പോണ്ടേ? അപ്പോ എന്നെ ഒഴിവാക്കാണല്ലേ? ഇതൊക്കെ ഇടുന്നതിന് മുന്നേ ആലോചിക്കണം, മനസ്സിലായോ? നീ എടുത്തോളൂ, ഇതിലേക്ക് ഇട്ടിട്ട് വാ. ഓക്കെ ഗൈസ്, ചെൽസി ഞാൻ ഹെൽപ്പ് ചെയ്യണോ? നിങ്ങളിത് കാണുവിൻ. ചെൽസി ഇതാ കഷ്ടപ്പെട്ട് ഇങ്ങനെ മാറിയ നീ ഇത് പിടിച്ചേ, നീ മാറിക്കേ, പിടി, കാണിച്ചരാ. ചെൽസിയൊക്കെ ഒരു പോവില്ല കണ്ടാ, ചൂടിഞ്ഞിട്ടൊന്നുമില്ല. അതെ, ഇത്ര ഉള്ളു കാര്യം. കൈ കൊണ്ട് അങ്ങനെ ആക്കാനുള്ള ബുദ്ധി എനിക്ക് കണ്ടോ? ഇത്ര ഉള്ളു ഗൈസ്, കണ്ടില്ലേ? ഇതിനാണ് ഈ ചെൽസിയെ കണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടത്. കണ്ടാ നിവർത്തിട്ട് കഴിഞ്ഞപ്പോ കണ്ടോ? സോറി ഗൈസ്, നിവർത്തിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ നമ്മളാരായി? ശശിയാണ്. എടാ, ഇത് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നണം. കരിഞ്ഞോ? ഓക്കെ, എന്താ ചെയ്യാൻ പോണേ ഇനി? ഫ്രൈ മറ്റേ എന്താണ്, KFC പനീർ അല്ലേ? എല്ലാരും കണ്ടോളൂ, സുക്രുവിന്റെ പുതിയ KFC പനീർ. ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഫോട്ടോ എടുക്കണുണ്ടോ? ടൈറ്റിലിന്റെ പേര് KFC പനീർ ബൈ ഷെഫ് സുക്രുത. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോണേ? മുട്ട അതൊന്നും ചൂടാറണ്ടേ? അതിന് മുന്നേ ആ ഒരു കാര്യം പറഞ്ഞോട്ടെ, കണ്ടിട്ട് കഴിക്കാൻ തോന്നണം. ഓ, ഭയങ്കര എരിവ് കേട്ടോ. സ്പൈസി. ഇറ്റ്സ് ടു സ്പൈസി ഗൈസ്. ഗൈസ്, ചൂടോടെ ഇത് മുക്കിയിരിക്കുകയാണ്. ഇത് നീ എങ്ങനെ മിക്സിയിലിട്ടടിച്ചാ? അപ്പൊ ഞാനാരായി? എന്നെ കൊണ്ട് കൈ കൊണ്ടിട്ട് കഷ്ടപ്പെട്ട് ഇടിച്ചിട്ട്. എടാ ചെൽസി, അതിലേക്കല്ലേ എണ്ണ? ഇതിലേക്ക് ഇത് അവള് ഫ്രൈ ചെയ്യണ്ട, അതിലേക്ക് ഇട്ടോ. ഈ ചെൽസിയൊക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണോന്ന് വെച്ച് എന്താ? ഓ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആ ഗൈസ്, മുട്ടയിൽ മുക്കുന്നു, കോൺഫ്ലെക്സ് പൊടിച്ചതിൽ മുക്കുന്നു, ഫ്രൈ ചെയ്യുന്നു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ചെൽസി എന്താണ് ചെയ്യുന്നത്? ഇതെന്ത്, ഇതും പൊറോട്ടയാണോ? അങ്ങനെയാണ് പൊറോട്ട ശരിക്കും ഇരിക്കുക. അത് ലൂസായി പോയി. അപ്പൊ എത്ര പൊറോട്ട ഉണ്ട് നമ്മുടെ കയ്യില്? എടാ, പൊറോട്ട ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുക്കരുത്, ഫ്രീസറിൽ തന്നെ വെക്കുക. ഇടാൻ നേരത്തെടുക്ക്, അപ്പൊ ആ തിക്കൽ കിട്ടും. ഇല്ലെങ്കിൽ ഇതുപോലെ വളഞ്ഞൊടിഞ്ഞാൽ നിനക്ക് പണി കിട്ടും. അപ്പൊ നമ്മൾ എത്ര പൊറോട്ട എടുക്കണ്ട? 4 പേരില്ലേ? 4 പൊറോട്ട ഗൈസ്. ഇതാണ് നമ്മുടെ റെഡിമെയ്ഡ് പൊറോട്ട, കണ്ടോ?
ഞാൻ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. വെന്തിട്ടില്ല, കുറച്ചുകൂടി വേവാണ്ട്. പനീർ പല ഷേപ്പിലാണ് ഇവരിവിടെ മുറിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ഇനി നമുക്കിത് റെഡി ആയിട്ട് കാണാം. ഗൈസ് ഇവിടെ ആകെ പുകയുടെ മേളമാണ് ഗൈസ്, പുകയുടെ മേളം. വാവ്, ദ കരിഞ്ഞ പൊറോട്ട ഓഫ് ദി ഇന്ത്യ ഓഫ് ദി കൺട്രി ഓഫ് ദി ദുബായ്. വേറെന്താ ഇനി കരിഞ്ഞത്? യെസ്, KFC പനീർ. സ്പെഷ്യൽ പനീർ ഫോർ സെലിബ്രിറ്റി റസ്മിൻ. അതങ്ങനെ ഫുള്ള് വെച്ച് കഴിക്കാം. തിന്നങ്ങള് ഉള്ളങ്ങനെ തിന്നേ ഒന്ന് കുറച്ചുകൂടെ വേണ്ട. മൊത്തം സൂപ്പർ. വേറെ എക്സ്പ്രഷൻ അങ്ങനെ ഗൈസ് നല്ല അടിപൊളി KFC പനീർ. എല്ലാവരും വീട്ടില് ട്രൈ ചെയ്യണം കേട്ടോ. എന്താ വിയർത്തിരിക്കണു. ഇവിടെ ചൂടാണ് ഗൈസ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന ആള് അടുക്കളയുടെ പടിയെ ചവിട്ടാറില്ല. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണതിന് കുറ്റം പറയും. വേറൊരു വീഡിയോ നമ്മള് ഇതിന്റെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കുന്നതാണ്. നെറ്റ് വീണ ഫുഡാണ്, കുഴപ്പമില്ല. പനീറാണ് നമ്മള് റസ്മിന് നമ്മള് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിക്കും. ഇനി കഴിക്കില്ല, ഉപ്പും മധുരം കൂടാൻ വേണ്ടിട്ട് നമ്മൾ സ്പെഷ്യൽ പൊടിക്കൈകൾ ചേർത്തിടാം. ഓ ആയിക്കോട്ടെ. പക്ഷെ ഇതിനെന്താ പറ്റിയ? എനിക്ക് പണി തരാൻ വന്നപ്പോ അതും കരിഞ്ഞു. ഞാനത് കഴിക്കില്ല കേട്ടോ, ഞാൻ കഴിക്കൂല കേട്ടോ കരിഞ്ഞ പൊറോട്ട. ഗൈസ് ഇവര് ഭയങ്കര സാധനങ്ങളാണ് ഗൈസ്, എന്നെ കൊണ്ട് കരിഞ്ഞ പൊറോട്ട കരിഞ്ഞ പനീറൊക്കെ കഴിപ്പിക്കുക. ശരി ബൈ ഗൈസ്. ഇവരെന്താ വാതിലൊക്കെ പൂട്ടിയിട്ടൊന്നും മനസ്സിലാവണില്ല. എന്തായി നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷൻസ്? ഇല്ല, നിങ്ങൾ എടുക്കൂല പോരെ. ഗൈസ് ഇത് നോക്കൂ, പൊറോട്ടയുടെ മുകളിൽ എഗ്ഗ് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ നഗറ്റ്സ് പിച്ചി ഇടാനല്ലേ? KFC പനീർ. ഇനി നീ മിണ്ടരുത്, നിന്റെ KFC പനീർ എൻ്റെ കഴിക്കാൻ വരും. വിശക്കുണ്ട്, നല്ല വിശക്കുണ്ട് ഗൈസ്. ഇതാവൂ, ഇതെന്താ മസാല? ഞാൻ ഇളക്കണോ? പനീറിന്റെ മേളമാണല്ലോ ഇവിടെ. ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ വെച്ചില്ലേ ഞാൻ ലൈവിൽ വന്നപ്പോ? യെസ്, ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് സാധനം. കൈയിടാൻ പാടില്ല ഗൈസ്. ഇത് നോക്കൂ നിങ്ങൾ. ആയി നൈസ്. ഇതില് കൈയിടാൻ പാടില്ല അല്ലേ? ഓക്കെ. അയ്യോ, ഞാൻ ഇത് മുന്തിരിയാന്ന് വിചാരിച്ചു. ഒലീവായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് മുന്തിരിയാണെന്ന്, പക്ഷെ അത് ഒലീവായിരുന്നു. ഇത് വാട്ടർമെലൺ. ഓക്കെ, പൊട്ടിത്തെറിക്കും. ഓക്കെ, അപ്പോൾ നമ്മളല്ല ഇവര് കുറേ നേരമായിട്ട് പ്രിപ്പയർ ചെയ്ത് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട ഫുഡ് വിഭവങ്ങളാണ് ഗൈസ് ഈ ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നോക്കിയേ, ഇത്രയും സാധനങ്ങൾ റെഡിയാണ്. അപ്പം ഇനി കഴിക്കല്ലേ നമ്മൾ ഭക്ഷണം? ടയേർഡായി. ചെൽസിയ ഫുഡ് ഉണ്ടാക്കി ടയേർഡായി. സുക്രു അവിടെ ഒരു വീഡിയോ കോളിലാണ്. കഴിക്കാം, എനിക്ക് വിശക്കുണ്ട്. കഴിക്കാല്ലേ? ഓക്കെ ഗൈസ്. ഓക്കെ അല്ലേ? കഴിഞ്ഞതോ? ഞാൻ കഴിഞ്ഞത് കഴിക്കൂല, മറന്നു. ഇല്ല, ഞാൻ സമ്മതിക്കൂല. സൂപ്പിനെ പോലെ ഞാൻ സമ്മതിക്കൂല ഗൈസ്. അപ്പൊ ഞങ്ങളിതേ പൊറോട്ട എന്ത് സാധനമാണ് താ. ഇതെന്തിട്ടായിരുന്നു ചെൽസിയ? പനീർ ടിക്ക റോള്, പൊറോട്ട റോളാണ്. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ്.
തിന്നില്ലല്ലോ. കൊള്ളാം ഗായ്സ്, അടിപൊളി. ഓ അടിപൊളിയായിട്ടും ശരിക്കും സൂപ്പർ. പക്ഷെ ഞാൻ ഈ റോള് പ്രിപ്പയർ ചെയ്തത് വീഡിയോ കാണിച്ചില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല ഗായ്സ്, അടിപൊളിയാണ്. അപ്പൊ ഇനി ഞാൻ ഇവരെ പോസ്റ്റ് ആക്കണില്ല, ഇത്രയും സാധനങ്ങൾ നമുക്ക് കഴിച്ചു തീർക്കാണ്ട്. എന്റെ തിന്നെ നിന്റെ ഗായ്സ് ഇതന്നെ നേരത്തെ അവള് തീരുപ്പിച്ചതാ. ഇത് വെറുതെ അല്ലാടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഗായ്സ് ഇവിടെ ഒരു അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ മാത്രം കഴിച്ചോണ്ടിരുന്ന ഇവളുമാരെ എന്നെ കുടിച്ചിട്ട് കോമന്റ് ചെയ്യും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു കുക്കിംഗ് വീഡിയോയും അല്ലാത്ത വീഡിയോ എല്ലാ വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ. ബൈ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട്, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചോ. അപ്പൊ അത്രയുള്ള ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. നമ്മള് സെലിബ്രിറ്റിനെ പാത്രം കഴുകണം കാണാൻ പോവാണ് ഗൈസ്. എല്ലാവരും ശ്രദ്ധിക്കുക, സെലിബ്രിറ്റി പാത്രം അതുകൂടെ കഴിയൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെയൊക്കെ പാത്രങ്ങൾ വരും. എല്ലാ പാത്രങ്ങളും കയ്യിൽ വെപ്പിക്കാണ് ഇവര്. നമ്മള് നല്ല നല്ല ഫുഡ് കഴിക്കുമ്പം ഇത്രയും പാത്രങ്ങളൊക്കെ ചിലപ്പോ വരും. നമ്മള് കഴുകാൻ ഒരാളും കൂടെ വേണം. ഇത്ര നേരം ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് AC റൂമിൽ പോയി സുഖിച്ച് കിടക്കായിരുന്നു ഗൈസ്. വീഡിയോയ്ക്ക് മാത്രം ഇങ്ങോട്ട് വന്നൊന്ന് എത്തി നോക്കിയിട്ട് നിങ്ങളെ കാണിച്ചിട്ട് പോകും. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് കൊടുത്തല്ലേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാ ഞാൻ പാത്രമൊക്കെ കയ്യിലോ ഞങ്ങള് പോയി കിടന്നോ. അതിലൊക്കെ കയ്യിൽ പോലെ ദുബായിൽ വന്നിട്ട് എന്നെ കൊണ്ട് പാത്രം കഴിക്കാൻ സാരില്ല. രശ്മി ഇന്നോ ഒന്നും കൂടെ അതിപ്പോ റസ്മിന്റെ പാത്രം കഴുകൽ കഴിയുന്നത് വരെ നമ്മളിവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മനസമാധാനത്തോടു കൂടി പാത്രം കഴുകിക്കോട്ടെ എന്ന് വിചാരിക്കുക. അപ്പൊ ടാറ്റ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.